ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തില് വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിലെ ഉടമ്പടികളെ കുറിച്ചാണ്. അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏകദൈവ വിശ്വാസിയായ മോശയെ കുറിച്ചായിരുന്നല്ലോ. മോശയെ കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് അവൻ ഏകദൈവ വിശ്വാസിയായിരുന്നുവെന്നും ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു അനേക ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന വിശ്വാസിയായിരുന്നു എന്നും ഒക്കെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ഉടമ്പടികൾ എന്ന അല്ലെങ്കിൽ ദൈവം ചെയ്ത ഉടമ്പടികൾ എന്ന വിഷയത്തിലേക്കാണ് ദൈവം ഇന്ന് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 6:18 നോഹയോട് ദൈവം ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:18. 6:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ, നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യും, നീ നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. അപ്പൊ എല്ലാ കാലത്തും ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ രക്ഷിക്കുവാനായി ഓരോ ഉടമ്പടികൾ നൽകിയിരുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തിലൂടെ ഒരു ഉടമ്പടി നമ്മൾക്കായി തന്നു. അവന്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുകയും അവന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്താൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്നുള്ള വലിയൊരു വാഗ്ദത്തം കർത്താവ് നമുക്ക് പുതിയ നിയമത്തിൽ നമുക്കായി വെച്ച് തന്നു. അല്ലെ, ഓരോ കാലത്തും കർത്താവ് ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മോശയുടെ കാലത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6:7, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയും ആകാശത്തെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോ മനുഷ്യൻ എന്താണ്? അന്നും പാപത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തകളും ഹൃദയങ്ങളും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഇപ്പോഴും ദോഷമുള്ളത് എത്രയെന്ന് യഹോവ കണ്ടു എന്ന് 6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നോഹ എന്ന ഒരു നീതിമാനെ ദൈവം കണ്ടെത്തി എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ്, നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണമെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നിയമം അല്ലെങ്കിൽ ഉടമ്പടി, ബൈബിൾ ഇവിടെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പദമാണ്. കുറഞ്ഞത് 300 പ്രാവശ്യമെങ്കിലും ബൈബിളിൽ കാണുന്നു. 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള കരാർ, ഉടമ്പടി എന്ന അർത്ഥമാണ് ഇതിന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 21-ന്റെ 27-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യത്തിൽ, പിന്നെ അബ്രഹാം അബീമേലെക്കിന് ആടുമാടുകളെ കൊടുത്തു, അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ ഉടമ്പടിക്ക് പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും ഒരു വലിയ ഉടമ്പടി ദൈവം നമുക്ക് മുമ്പിൽ വെച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവിൽ ജീവിക്കുക എന്നുള്ള പുതിയ ഉടമ്പടി നമുക്കായി വെച്ച കർത്താവ്. അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ പഠിക്കുന്നു 6:18 നോഹയുമായുള്ള ആ നിയമത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 18-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കണ്ടത്.
26 ഉൽപ്പത്തി പുസ്തകം 26-28 നമ്മൾ വായിക്കുമ്പോൾ 26 വായിക്കുമ്പോൾ 28 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിനവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു, അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം എന്ന് അവിടെ കാണുന്നു. അപ്പം ദൈവം എന്ത് ചെയ്യുന്നു? എല്ലാവരുടെ മുമ്പിലും അവനൊരു ഉടമ്പടി വെച്ചിട്ടുണ്ട്. ആ ഉടമ്പടി എന്താണ്? ഈ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് അവന്റെ നാമത്തില് സ്നാനമേക്കുക പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി. അതാണ് പത്രോസ് അപ്പോസ്തലൻ 2:38 രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഉടമ്പടി അല്ലെ, നോഹ ഉടമ്പടി അനുസരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നോഹയോട് പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. നീതി പ്രസംഗിക്കുവാൻ നീതി പ്രസംഗിയായ നോഹയോട് ദൈവം ആവശ്യപ്പെട്ടു. അതിൽ ജനം കയറിയില്ല. ആ പെട്ടകത്തിൽ കയറുവാൻ പെട്ടകം ഉണ്ടാക്കാനുള്ള ബുദ്ധിയും അറിവും ദൈവം നോഹയ്ക്ക് കൊടുത്തു. അതുകൂടാതെ തന്നെ ജനത്തോട് സംസാരിക്കുവാൻ പറഞ്ഞു. അല്ലെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ദൈവദാസന്മാർ ചെയ്യേണ്ട പ്രസംഗം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2:38. അതിനെ മറച്ചു വെച്ചുകൊണ്ട്, കാരണം തൃത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. കാരണം ജനത്തെ നരകത്തിലേക്ക് തള്ളിയിടുന്ന തൃത്വവും ത്രിയേകത്വവും എന്ന ഈ സംഗതി എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബിലോണിൽ നിന്ന് കിടന്നു വന്നു എന്ന് വേണം അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ നീതിപ്രസംഗിയായ നോഹയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നോഹ പറഞ്ഞത് ഒരു മനുഷ്യനും അനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ മൃഗങ്ങളെയും മറ്റ് ഇതര ജാലങ്ങളെയും തന്റെ പേടകത്തിൽ വെച്ചുകൊണ്ട് താൻ അവരെ ദൈവനാമത്തിൽ അവരെ രക്ഷിച്ചു. ആ ദൈവ ഉടമ്പടി അനുസരിക്കുവാൻ നോഹ തയ്യാറായിരുന്നു എന്നുള്ളതാണ് നോഹയെക്കുറിച്ച് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അല്ലെ, അപ്പൊ നോഹ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവൻ ഏത് ദൈവത്തിൽ വിശ്വസിച്ചു? ഏക ദൈവത്തിൽ വിശ്വസിച്ചു. 3 ദൈവങ്ങളുള്ള 3 വ്യക്തികളുള്ള ദൈവത്തിലല്ല അവൻ ജീവിച്ചത്. അവൻ വിശ്വസിച്ചതും ജീവിച്ചതും അനുസരിച്ചതൊന്നും ആ ദൈവത്തെ ആയിരുന്നില്ല. അപ്പോ 6-ാം അധ്യായം 36:9 നമ്മൾ വായിക്കുന്നു, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനായിരുന്നു, തന്റെ തലമുറയിൽ ഒരു നിഷ്കളങ്കനുമായിരുന്നു എന്ന് അവിടെ കാണുന്നു. അല്ലെ, ഉൽപ്പത്തി 17:1 നമ്മൾ വായിക്കുമ്പോ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. അപ്പൊ നിഷ്കളങ്കരെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിഷ്കളങ്കമായി ഇരിക്കുക എന്ന് അബ്രഹാമിനോട് പറയുന്നത്. അപ്പൊ അബ്രഹാം അത്രയും കാലം ദൈവത്തിന് മുമ്പിൽ നിഷ്കളങ്കനായിരുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിഷ്കളങ്കനായിരിക്കുക എന്ന് ദൈവം അവനോട് കൽപ്പിക്കുന്ന കാഴ്ച അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നോഹയെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നിഷ്കളങ്കനായിരുന്നു. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന നിഷ്കളങ്ക സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നോഹ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. ഇനി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ദൈവം എന്താണ് നോഹയോട് കൽപ്പിച്ചത്? ദൈവം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. അല്ലെ, ഭൂമിയോടുകൂടി അവരെ നശിപ്പിക്കുവാനായിട്ട്
ഒരുങ്ങുകയാണ്. പക്ഷെ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ഞാൻ അബ്രഹാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആ ലോകത്തെ, ആ നാടിനെ അവൻ രക്ഷിക്കുമെന്ന്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല. കർത്താവിന്റെ രാജ്യത്തേക്ക് മാത്രമേ ഇനി നമുക്ക് പോക്കുള്ളൂ. ഇനി ഈ ലോകത്ത് ഇനി നമുക്ക് എന്താണ് പറയുന്നത്, ഇനി വാസമില്ല. കർത്താവിന്റെ വരവ് വരുമ്പോൾ ഈ ഭൂമി മാറും, അല്ലെ? ഈ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോ ആ അർത്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ നോഹയോട് ഉടമ്പടി ചെയ്ത ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല? നോഹയോട് പറഞ്ഞു, ആ പെട്ടകത്തിൽ കയറിക്കോ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഉടൻ തന്നെ അതനുസരിക്കുവാൻ തയ്യാറായി. ഇന്ന് എന്നെ കേൾക്കുന്ന തൃത്വ സ്നേഹിതരെ, നിങ്ങൾ ആരുടെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്? ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ല നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്ന. തൃത്വം എന്ന് പറയുന്നത് 3 ദൈവങ്ങളെ കുറികൊള്ളുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണെന്ന് പത്രോസ് അപ്പോസ്തലൻ 2:38 അപ്പോസ്തല പ്രവർത്തികൾ 2:38 വിശദീകരിക്കുന്നു. ആ നാമം ഏതാണ് എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. നിങ്ങൾ ചെയ്ത സ്നാനം 3 ദൈവങ്ങളുടെ നാമത്തിലും 3 വ്യക്തിത്വങ്ങളുടെ നാമത്തിലുമാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞിരിക്കുന്നു തൃത്തക്കാരെ. ഒരിക്കലൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നോഹയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏക ദൈവ വിശ്വാസിയായിരുന്നു. ആ ഏക ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അവനുള്ള പരിഹാര മാർഗവും ദൈവം അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു ഉടമ്പടി വച്ചിരിക്കുന്നു. ഏതാണ് ഉടമ്പടി? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഉടമ്പടി നിന്റെ മുമ്പിൽ വെച്ചിട്ടും നീ അതിനെ മറന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ നിശ്ചയമായും നീ തകർന്നു പോകും. നോഹയുടെ വാക്കനുസരിച്ച് നോഹയുടെ കുടുംബവും നോഹയും രക്ഷപ്പെട്ടു. പിന്നീട് തൃത്വക്കാരെ, നിങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ടു പോയാൽ ഒരിക്കലും രക്ഷയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 3-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച്, ദേശമാർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക, എന്നാൽ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് പറയിച്ചു. അതിന് അവൻ നല്ലത് ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ശൗലിന്റെ മകളായ മീഖളിനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാൽ നീ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു എന്ന് അവിടെ കാണുന്നു. 14-ാമത്തെ വാക്യത്തിൽ, ദാവീദ് ശൗലിന്റെ മകനായ ഈശ്-ബോശത്തിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഞാൻ വിവാഹ നിശ്ചയത്തിന് ഫെലിസ്ത്യരോട് 100 അഗ്രചർമ്മം കൊടുത്ത് വാങ്ങി എന്റെ ഭാര്യയായ മീഖളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറയിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം ചില ഉടമ്പടികൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്തിനാണ്? ദൈവനാമം മഹത്വപ്പെടുവാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. കാരണം നോക്കിയെ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവിടെ ജനങ്ങൾ തെറ്റിയത് ദോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത്
ആ പെട്ടകത്തിൽ കയറിയ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് കൃപാകാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ ചൊരിയുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു കൊള്ളണം തൃത്വക്കാരെ. നിങ്ങൾ മടങ്ങി വന്നില്ല എങ്കിൽ നിങ്ങളെ ദൈവം കൈക്കൊള്ളുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടിയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. എന്താണ് നിയമം? ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് നിയമം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായുള്ള സ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നോഹയോട് പറഞ്ഞ ഉടമ്പടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ? എന്താണ്? ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. നിങ്ങൾ നരകത്തിൽ പോകാതിരിപ്പാൻ ദൈവം തന്ന ഒരു ഉടമ്പടിയാണ് ഈ ഉടമ്പടി. രക്തത്താലുണ്ടായ ഉടമ്പടി എന്നതിനെ വിളിക്കും. യേശു ക്രിസ്തുവിന്റെ 33 തിരുവെഴുത്തിലെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി പകർന്നു തന്ന കർത്താവ് നമുക്ക് വേണ്ടി പകർന്നു തന്ന ആ രക്തം എന്തിനു വേണ്ടിയാണ്? അതൊരു വലിയ ഉടമ്പടിയാണ്. ഞാനും നിങ്ങളും രക്ഷപ്പെടേണ്ടതിന്, പാപത്തിന്റെ കീഴിലായിരുന്ന നമ്മൾ രക്ഷപ്പെടേണ്ടതിന് കർത്താവ് തന്ന വലിയ ഒരു ഉടമ്പടിയാണ്. എന്നെ കേൾക്കുന്ന തൃത്വ സഹോദരങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവവചനം അനുസരിക്കണം. അനുസരിക്കുമ്പോൾ ദൈവം പുതിയ വഴികൾ നമുക്കായി തുറക്കുന്നവനാണ്. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവനായി തീരണം. അല്ലാതെ 3 ദൈവങ്ങളെ, ത്രിയേകം തൃത്വം എന്ന് പറയുന്ന സംഗതികളെ അല്ല ആരാധിക്കേണ്ടത്. ദൈവം ഒരുവനാണ് അല്ലേ എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പല ആളുകളും പറയുന്നത് ത്രിമൂർത്തികളാണ് ദൈവം, 3 പേർ ചേർന്നതാണ് ദൈവം, 3 വ്യക്തിത്വങ്ങൾ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന പൈശാചിക ആത്മാക്കളുള്ളവർ പഠിപ്പിക്കുകയാണ് 3 പേരുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച്. എന്നെ കേൾക്കുന്ന തൃത്വ സ്നേഹിതരെ, നിങ്ങൾ മടങ്ങി വന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നരകത്തിലേക്കുള്ള വഴികൾ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്കും ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്ത് കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിദ്യർ, പെരിസ്യർ, രഫാമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ. ദൈവം ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അവൻ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്ന തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് അവന് വേണ്ടി ജീവിച്ചാൽ
നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, നോഹയെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ വിടുകയില്ല. കാരണം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, അല്ലെ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളിച്ചെയ്തു, നീ നിന്റെ ശേഷവും തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമമാണിത്. നിങ്ങൾ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് നിങ്ങൾക്ക് മധ്യയുള്ള നിയമത്തിന്റെ അടയാളം ആകും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 12-ാം വാക്യത്തിൽ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനായാലും നീ വില കൊടുത്ത് വാങ്ങിയവനെ പരിച്ഛേദന ഏറ്റ് കഴിയും. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അപ്പൊ അത് ദേഹത്തിൽ എന്താണ്? നിത്യ നിയമമായിരുന്നു പഴയ നിയമത്തിൽ, അല്ലേ? കർത്താവ് തന്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണ് സഭ എന്ന് പറയുമ്പോൾ ആ സഭ എങ്ങനെയായിരിക്കണം? കർത്താവ് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു നമ്മളെ, അല്ലേ? പാപത്തിന്റെ ചേറുകളിൽ പാപത്തിൽ കിടന്ന നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങി എന്ന ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? പഴയ നിയമത്തിൽ പരിച്ഛേദന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമർ 4-ന്റെ-11 വരുമ്പോൾ അവിടെ കാണുന്നു എന്താണ്? 11-ാമത്തെ അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കും എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരെ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് എന്താണ്? ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലമെന്നും വരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശി എന്നത് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. 17-ാമത്തെ വാക്യത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും എല്ലാത്തിനും ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്തവനായ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയാൽ അവൻ നമ്മൾക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിന്റെ സന്തതി വണ്ണമാകുമെന്ന് അരുളി ചെയ്യുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന്
പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിക്കായി കണക്കിട്ടു. അവൻ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ച് കൂടെ ആകുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 24-ാമത്തെ വാക്യത്തിലേക്ക്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടലിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെ, ആ വെളിപ്പാട്, പുത്രത്തിന്റെ വെളിപ്പാടിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ്? ദൈവമായുള്ള ബന്ധം ദൃഢപ്പെടുകയാണ് എന്നുള്ള കാര്യമാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലെ, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിലായിരുന്നു. കുട്ടികൾ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ തക്ക സമയത്ത് വാഗ്ദത്തം നിറവേറ്റി പരിപാലിച്ചു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയും ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ നിയമത്തിൽ ദൈവം നമുക്കായി ഒരു ഉടമ്പടി വെച്ചിരിക്കുന്നു. അതാണ് പത്രോസ് അപ്പോസ്തലൻ 2:38 രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രക്ഷപ്പെടാനുള്ള സ്നാനത്തെ കുറിച്ച്. ആ സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നവർക്ക് ദൈവവുമായി അടുത്ത ബന്ധം, അടുത്ത കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ നിത്യത വരെയും സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ദൈവത്തിൽ തന്നെ ഉറപ്പിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ വചനങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ പുത്രത്തിൽ നിന്നുള്ള ആ വെളിപ്പാടിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രത്വ വെളിപ്പാട്, അത് വിശ്വസിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നീതിയായി കണക്കിടുന്ന സ്വർഗം. അങ്ങനെ നീതിയായി കണക്കിടുമ്പോൾ, അതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ വിളിച്ചത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നവൻ ഏറ്റു പറഞ്ഞത്. കാരണം എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന ബോധ്യം തോമസ് അപ്പോസ്തലന് ഉണ്ടായപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. കർത്താവ്, ഏക കർത്താവ്. ഇസ്രായേലിനെ കേൾക്ക, നിന്റെ കർത്താവ് ഏകനാണ്. യേശു ക്രിസ്തു അത് തിരുത്തിയില്ല. ഒരു കർത്താവേ ഉള്ളൂ, രണ്ട് കർത്താക്കന്മാർ നമുക്കില്ല എന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. ആ പഠനത്തിനൊത്ത് നമ്മൾ വളരുന്നുണ്ടോ? അതോ നമ്മൾ രണ്ടായിട്ടാണോ കാണുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ ദൈവവചനം നമ്മോട് സംസാരിക്കുകയാണ്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. ഏക വിശ്വാസം, ഏക പ്രത്യാശയ്ക്കായി നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യാശയിലേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യകരമായ പ്രത്യാശയായിരിക്കും. ആ പ്രത്യാശയിലേക്ക് വരുവാൻ നിങ്ങളെ ദൈവം ഈ കാലങ്ങളിൽ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിൽ. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ 17-ാം അധ്യായം നമ്മൾ വായിച്ചു പോവും. അവിടെ അബ്രഹാമിനോടുള്ള ഉടമ്പടിയെ നമ്മൾ കണ്ടു. ഇനി ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന്റെ ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും
കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് 16-ാമത്തെ വാക്യത്തിലേക്ക്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കുമെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് പറയുന്നതിന് 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണ വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. 18-ാമത്തെ വാക്യത്തിൽ അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നാലും അബ്രഹാമിനും നമ്മള് അദ്ദേഹത്തിന് എന്നാലും അബ്രഹാമിനും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് അവകാശി ആരാണ്? ക്രിസ്തു ആണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. മത്തായിയുടെ സുവിശേഷം 1:1 വായിക്കുമ്പോൾ എന്താണ്? ക്രിസ്തുവിലെ വിശ്വാസികൾ എന്താണ്? അബ്രഹാമിന്റെ അവകാശികളാണ്. കാരണം അവൻ എന്താണ്? ക്രിസ്തുവുമായി സംബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സംബന്ധമുള്ളവരായി മാറുന്നു. അവനോടൊപ്പം എന്ത് ചെയ്യുന്നു? കൂട്ടവകാശികളുമായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അദ്ദേഹത്തിന്റെ 14-ഉം 29-ഉം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, അപ്പൊ ഇവിടെ പറയുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവാത്മാവ് പ്രാപിച്ചവരുടെ മേലാണ് കിടന്നു വരുന്നത്. അതെങ്ങനെ കിടന്നു വരും? വിശ്വാസത്താൽ നാം എന്ത് ചെയ്യും? ആത്മാവിനെ പ്രാപിക്കുമ്പോൾ. കൂടാതെ ഇതെല്ലാം എവിടെയാണ്? ക്രിസ്തുവിലൂടെ, മറ്റാരിലൂടെയുമല്ല, മറ്റൊന്നിലൂടെയുമല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവാത്മാവില്ല എന്ന് ഈ വാക്യം നമ്മളെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പരിശുദ്ധാത്മാവ് എന്ന ദാനം നമുക്ക് ലഭിക്കത്തുള്ളൂ. കർത്താവിന്റെ ഉടമ്പടി അവിടെ പൂർത്തീകരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, അവന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപമോചന സ്നാനമെന്നാണ് അതിനെ പറയുന്നത്. അല്ലാതെ തൃത്വ സ്നാനമെന്നല്ല, ത്രിയേക സ്നാനമെന്നല്ല, ത്രിയേക ദൈവത്തിന്റെ നാമത്തിലുള്ള സ്നാനമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. ആ സ്നാനം സ്വീകരിക്കുന്നവൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? രക്ഷപ്പെടുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് അവകാശി ആരാണ്? യേശു ക്രിസ്തുവാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുന്നത്. കാരണം എന്താണ്? മത്തായി 1:1 അവൻ ആരാണെന്നാണ് പറഞ്ഞത്? അബ്രഹാമിന്റെ തലമുറയിൽ വന്ന് ജനിച്ചു യേശു ക്രിസ്തു, അല്ലെ? ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ വെളിപ്പാട് അബ്രഹാമിന്റെ തലമുറയിൽ വന്ന് ജനിച്ചു. ദൈവം വന്ന് അബ്രഹാമിന്റെ തലമുറയിൽ ജനിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. അതെങ്ങനെ ശരിയാവില്ലേ? അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. യേശുക്രിസ്തുവിനോട് യഹൂദന്മാർ ചോദിക്കുമ്പോൾ പറയും, നിനക്ക് അതിന് 40 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിനെ കളിയാക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മറുപടി പറയുന്ന കേട്ടില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യാണ്? ദൈവമാണ് എന്നുള്ള കാര്യമാണ്. അവൻ അബ്രഹാമിനും ദൈവമാണ് എന്ന് അവിടെ പറയുന്ന കാഴ്ചയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 4:13 നമ്മൾ വായിക്കുമ്പോൾ റോമർ 4:13 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ലോക അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്.
ന്യായപ്രമാണത്താലല്ല. ന്യായപ്രമാണം പൂർത്തീകരിക്കണമെങ്കിൽ ആര് വരേണ്ടി വന്നു? അത് ഉണ്ടാക്കിയവൻ തന്നെ ഇറങ്ങി വരേണ്ടതായി വന്നു അത് പൂർത്തീകരിക്കുവാൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ അത് ഉണ്ടാക്കിയ ദൈവം തന്നെ, അല്ലെങ്കിൽ അത് അവന്റെ കൽപ്പന തന്നെ അവൻ പൂർത്തീകരിച്ചു. അവൻ ഭൂമിയിൽ വന്ന് അത് പൂർത്തീകരിച്ചു. മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയി, പ്രമാണത്തിൽ ആരും നിന്നില്ല, പ്രമാണത്തിൽ നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല, എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയി എന്ന് അപ്പോസ്തലൻ തന്റെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് എന്താണ് ന്യായപ്രമാണം പൂർത്തീകരിക്കുവാൻ യേശു ക്രിസ്തുവായി പുത്രത്വമായി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെയായി എന്ന് എബ്രായർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ, ഏകൻ എന്ന് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവൻ ഏകനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? റോമർ 8:17 നമ്മൾ വായിക്കുമ്പോൾ, റോമർ 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, 17-ാമത്തെ വാക്യത്തിൽ നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ എന്ന് അവിടെ കാണുന്നു. നാം അവനോടുകൂടെ എന്താണ് തേജസ്വീകരിക്കപ്പെടേണ്ടത്? അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് നാം അവകാശികൾ എന്ന് പറഞ്ഞാൽ? സകലത്തിന്റെ അവകാശി ആരാണ്? യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെ ജഡവെളിപ്പാടായ ക്രിസ്തു തന്നെയാണ്. എബ്രായർ 1:2 അതിനെപ്പറ്റി വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് കൂടെ അവകാശികളാകുക എന്ന് വെച്ചാൽ സകലവും അവകാശമാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് ലേഖനം 4:13 നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 5:5 നമ്മൾ വായിക്കുമ്പോ, മത്തായി 5:5 നമ്മൾ വായിക്കുന്നു. 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്താണ്? അവകാശികളായി തീരും. അതായത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം, ആ ഉടമ്പടി ദൈവം നൽകിയിരിക്കുന്നു. അബ്രഹാമിനോടും നോഹയോടും ചെയ്ത ഉടമ്പടികൾ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിൽ എത്രയോ വലിയ ഒരു ഭാഗ്യമല്ലേ? ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയാതെ ആ യേശു ക്രിസ്തുവിനെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് ദൈവം വലിയവ ചെയ്യുക തന്നെ ചെയ്യും. അവർ നരകത്തിലേക്ക് കിടക്കാതെ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകും. കാരണം അതിന് ദൈവം സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ വചനം നമ്മളോട് സത്യമായി നമ്മളോട് സംസാരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധം നമ്മളിൽ ഉണ്ടാവുകയും ദൈവത്തോട് അടുക്കുവാനുള്ള ആ മനസ്സും ശക്തിയും ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. ദൈവത്തെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ശക്തി തരികയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത് ആ ഉടമ്പടിയെ കുറിച്ചാണ്, അല്ലെ? ആ ഉടമ്പടിയിൽ വളരെ വ്യക്തമായി നമ്മൾ കണ്ട കാഴ്ച അതന്നെയാണ്. 17-ാമത്തെ വാക്യത്തിൽ ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശം
ന്യായപ്രമാണത്തിലെങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവകാശം എന്ന വാക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് അവകാശം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവകാശം അല്ലെ, അതിലെ 3:18 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണവും വിശ്വാസവും എന്താണ്? വിശ്വസ തത്വങ്ങൾ പോലെ ന്യായപ്രമാണവും അബ്രഹാമിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവും തികച്ചും എന്താണ്? വിശ്വസ്തമാണ്. അബ്രഹാമിലൂടെ മനുഷ്യരെ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം തികച്ചും വ്യത്യാസമാണ്. അബ്രഹാമിലൂടെ മനുഷ്യരെ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവീക വാഗ്ദത്തത്തിന് ന്യായപ്രമാണവുമായി ഒരു ബന്ധവുമില്ല. ദൈവം ഒരു വാഗ്ദത്തം നൽകുമ്പോൾ മനുഷ്യർ അത് എങ്ങനെ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും വേണം. കൽപ്പനകളും ചടങ്ങുകളും അനുഭവിക്കുന്നുണ്ട്. ദൈവം അത് പൂർത്തീകരിച്ച് തരുവാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം അബ്രഹാമിലൂടെ നമ്മൾ ക്രിസ്തയേശുവിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈ കാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവർ യേശുക്രിസ്തുവിന്റെ നാമം സ്വീകരിച്ച് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവം വലിയ വഴികൾ ഈ ദിവസങ്ങളിൽ തുറക്കുമെന്ന് ഈ വചനം വളരെ ശക്തമായി സംസാരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വചനം പകർന്നു തരികയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നന്ദി പറയുന്ന കർത്താവ്, കൃപയോടെ ഞങ്ങളെ സഹായിക്കണം. ഇനിയും നിന്റെ വചനം സംസാരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, കൃപയാൽ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും കർത്താവ് പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവർ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ അഡ്മിന്മാരെ പുറത്തുനിന്ന് എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിപ്പിച്ച് കേട്ടുക. സ്വത്രമാനും മഹത്വപചനം എടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ളതിന് നാം തന്നെ. ആമീൻ ആമീൻ. സ്വത്രം.